ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സമൃദ്ധായി ഒഫീഷ്യൽ. ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ്. ഇവിടെ തൃപ്പൂണിത്തുറയിൽ പൂർണ്ണദേശത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ഒരു വ്ളോഗാണ് ഞാൻ എടുക്കുന്നത്. നേരത്തെ ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും മഴയുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ ഒരു 8:30 മണിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ പോവാണ്. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ കാണിച്ചു തരാം. ബൈ. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം അമ്പലത്തിൽ ഞങ്ങൾ എത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ബാക്ക് വശമാണ് കണ്ടത്. നല്ല ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലം. പിന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറിയപ്പോൾ അതേപോലെയൊക്കെ തന്നെയായിരുന്നു. ഉൾവശം നല്ല ഭംഗിയായിട്ട് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇത്തിരി ചെറിയ വെള്ളമൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഫോട്ടോ ഒക്കെ എടുക്കാൻ സെറ്റാണ് അമ്പലത്തിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി. അതിനുശേഷം ഞങ്ങൾ ഭണ്ണാറിൽ പൈസ ഇടാൻ വേണ്ടി പോയി. അതിനുശേഷം ഞങ്ങൾ ആനേനെയൊക്കെ കണ്ടു. ഒരു 15 ആനോളം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എത്ര ഉണ്ടെന്ന് എണ്ണാനൊന്നും പറ്റിയില്ല എനിക്ക്. അതിൻ്റെ ടൈമൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ എല്ലാ ആനമാരും കൂടി ഇങ്ങനെ കൂടിയിരിക്കണം. എന്ത് ഭംഗിയാണെന്നറിയാം. അപ്പോൾ ഞാനവിടെ നിന്നിട്ട് വീട്ടിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമുക്കതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നി. അവിടെ മേളമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നിരന്ന് നിൽക്കണം. എല്ലാ ആനകളും നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും തിരക്കൊന്നും അല്ല. ഇനിയും നല്ല തിരക്കുണ്ട്. അത് നാളെ അറിയുള്ളൂ. നാളെ തൃപ്പേട്ട ആയതുകൊണ്ട് നാളെയാണ് നല്ല തിരക്കുണ്ടോ എന്നൊക്കെ അറിയുള്ളൂ. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പ്രദക്ഷിണം വെച്ചു. ഇത്രയും ആനകളാണ് നിൽക്കുന്നത്. നിരന്നാണ് എല്ലാ ആനകളും നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്ന ആനകൾ കാണാൻ. പിന്നെ അവിടെ ഒരു ഗോപുരം പോലെ എന്തോ ഒരു പണിത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെയും ലൈറ്റൊക്കെ സെറ്റ് ചെയ്തേക്കണായിരുന്നു. പിന്നെ നല്ലൊരു ആൽമരം കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആൽമരം കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ പൂവുണ്ടായിരുന്നു. ഞാൻ അതിനെയും വെറുതെ വിട്ടില്ല. അതിൻ്റെയും 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു വെങ്കടേശ്വര ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ബാക്കിൽ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചധികം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ പോയി. അവിടെ ബലൂൺ കണ്ടപ്പോഴേ സായുവിൻ്റെ കണ്ണ് അങ്ങോട്ടേക്കാണ് ഫസ്റ്റ് പോയത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ നടന്നു. കുറേ സ്ഥലത്ത് കടകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കാണാൻ വേണ്ടി നടന്നു. പിന്നെ അതിനുശേഷം അവിടെ മുന്നോട്ട് കണ്ടപ്പോഴത്തേക്കും മൈലാഞ്ചിക്കടയും ബലൂണും ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ അവക്കെല്ലാം വേണം. എല്ലാം ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ മൈലാഞ്ചി വേണമെന്ന് വാശി പിടിച്ചപ്പോഴത്തേക്കും അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത്രയും പറഞ്ഞില്ലേ, അതിന് മൈലാഞ്ചി കിട്ടുമായിരുന്നു. സന്തോഷം നോക്കിയാൽ മുഖത്ത്. പിന്നെ അച്ഛൻ എന്നോട് വേണമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ ഇട്ടോളം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലിട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭയങ്കര കളറെടുത്ത് തോന്നിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രശ്നമൊന്നുമില്ല. നല്ല ഒരു ഇഷ്ടപ്പെട്ടു മൈലാഞ്ചിട്ട്. നല്ല ഡിസൈനാണ് ഇട്ടത്. അത്യാവശ്യം കുഴപ്പമില്ല. ഇതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് വേണ്ടെന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ മുന്നോട്ട് നടന്നു. പിന്നെ അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. ബജിക്കട, പിന്നെ ടോയ്സ്, പൊരികൾ, കപ്പലണ്ടി, ഐസ്ക്രീംസ്, ജ്യൂസ്, വള, കമ്മൽ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, മാല, ജ്യൂസ് കട, ഐസ്ക്രീം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഒരെണ്ണമൊന്നും അല്ല, ഒരു കട കുറേ ഉണ്ട്. പിന്നെ ഇവിടെ വീടിൻ്റെ ഒക്കെ മുന്നിലുള്ള സംഭവം പേരറിയില്ല. പിന്നെ കത്തമ്മ. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ഒരുപാട് കൃഷ്ണന്മാരുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ കൂട്ടുകാരനെയൊക്കെ കണ്ടു. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് നേരം. അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ അവിടെയും കുറേ ജ്യൂസ് കടകൾ കണ്ടു. പിന്നെ ഞാനും അമ്മയും കൂടെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു. അതിന് ശേഷം അവിടെ വളക്കടകളൊക്കെ കണ്ടപ്പോഴത്തേക്കും അതിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ബലൂണൊക്കെ ഉണ്ടായിരുന്നു. ബലൂണൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഇത് കടല മസാല.
പിന്നെ അതുമായിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ചു. ഒരെണ്ണത്തിന് 60 രൂപയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ അതും വാങ്ങിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങളത് എല്ലാവരും കൂടെ പോയി കഴിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മുഖം കണ്ടാലും അറിയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അതിന് ശേഷം അവർക്കൊരു കോൺ വേണമെന്ന് പറഞ്ഞിട്ട് കോണും വാങ്ങിച്ചു കൊടുത്ത്. കോണിന് എത്രയെന്ന് എനിക്കറിയില്ല, ഞാൻ മറ്റേത് കഴിച്ചിരിക്കുന്ന സമയത്താണ് വാങ്ങിച്ചത്. അവളത് കഴിച്ചു. അധികം മുളകിട്ടില്ല എരിവ് കാരണം. കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനും കഴിച്ച്, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൻ്റെ പേരെനിക്കറിയാൻ പാടില്ല കേട്ടോ. പിന്നെ ഒരുപാട് കൃഷ്ണന്മാരെയൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറേ മാലകളും കമ്മലും പൊരികളുടെ കടകളൊക്കെ കണ്ടു കേട്ടോ. ഒരുപാടുണ്ട് അവിടെ കടകൾ, ഒരെണ്ണമൊന്നുമില്ല. എനിക്കിതിൻ്റെ പേരറിയാൻ പാടില്ല എന്താണ്. പല കളറിലുണ്ട് ഈ സംഭവം. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതാണ്. പിന്നെ ഒരുപാട് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞു പിള്ളേർക്ക് കളിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള പാവകളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും കുറേ കൃഷ്ണന്മാരെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ആൽമരമാണ്. ആൽമരത്തിൽ കുറേ സീരിയസിറ്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേ കൃഷ്ണന്മാരെ കണ്ടു. ഈ ആൽമരം കാണാൻ നല്ല രസമുണ്ട്, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതാണ്. ഇത് പല കളറിലുണ്ട് കേട്ടോ, ഒരുപാട് കളറിലുണ്ട്. എനിക്ക് എല്ലാ കളറും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് ടോയ്സ്, പിന്നെയും കൃഷ്ണന്മാർ ഒരുപാട് കണ്ടു. അതിനുശേഷം കോളിഫ്ലവർ അയക്കാൻ പോയി. എൻ്റെ അടുത്ത ഫേവറേറ്റാണ് അത്. ഒരെണ്ണത്തിന് 60 രൂപയാണ്. പിന്നെ അവിടെ ചെന്നപ്പോഴും അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ കണ്ടു. ഞങ്ങളത് കഴിച്ചു. അതിനുശേഷം എവിടെ നിൽക്കാൻ പോയില്ല, അവർക്കൊരു കളപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം ഒരു കളപ്പാട്ട കടയിൽ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് അവിടെ നിന്ന് വേണ്ട, ഒരെണ്ണം വാങ്ങിച്ചതും അത് തിരിച്ചു കൊടുത്തിട്ട് പോകുന്നു. പിന്നെ വേറൊരു കടയിൽ ചെറിയ മൊബൈൽ ഫോൺ കണ്ടു, അത് പിന്നെ വേണമെന്ന് തന്നെ അത് വാശി പിടിച്ച് അത് വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ കപ്പലിൻ്റെ വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, കുറച്ച് കൃഷ്ണന്മാരെയും കൂടെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹായ് ഗൈസ്, ഞങ്ങൾ വീട്ടിലെത്തിയുള്ളൂ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നാളെ ക്രിക്കറ്റ് ആയതുകൊണ്ട് നാളെ നല്ല തിരക്കുണ്ടാവും. നാളെ ചിലപ്പോൾ പോവും. ഇതിൻ്റെ പാർട്ട് 2 ഇനിയും ഞാൻ വരും. അപ്പോൾ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.